ഈ പെൺകുട്ടി ഉപദ്രവിക്കപ്പെട്ടിരിക്കുന്നത് ഈ വീട്ടിൽ വെച്ചാണ്. പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് അനുസരിച്ച് നിങ്ങളുടെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഡൊമസ്റ്റിക് വയലൻസാ? അതിനിവിടെ ആരുപദ്രവിച്ചെന്ന് ഈ പറയുന്നേ? കള്ളമാണ് മേഡം ഈ പറയുന്നത്. ഇതുപോലത്തുള്ള വെച്ചുകെട്ടുകൾ കുറെ ഇവിടെ നടത്തിയതാ. അതിന്റെ പേരിലല്ലേ ഇവിടെ പുറത്തായത് തന്നെ. മേഡം ഒരു കാര്യം ചെയ്യാം, ആ കെട്ടുകളൊക്കെ ഒന്ന് അയച്ചു നോക്കും. വല്ല മേക്കന്മാനെ കൊണ്ട് ചെയ്യിപ്പിച്ച വല്ല കാര്യങ്ങളുമായിരിക്കും. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും സംസാരിക്കണ്ട. ഹോസ്പിറ്റലിൽ നിന്നാ എനിക്ക് ആദ്യം റിപ്പോർട്ട് കിട്ടിയത്. ഈ പെൺകുട്ടി ഇപ്പൊ ഇരയാണ്. 3 ആളുകളുടെ പേരിൽ ഞാൻ കേസ് ചാർജ് ചെയ്തിട്ടുണ്ട്. നിധിയാണ് 1-ാം പ്രതി, 2-ാം പ്രതി പാർവതി, 3-ാം പ്രതി പ്രണവുമാണ്. 3 പേരും പോലീസ് സ്റ്റേഷനിൽ വരേണ്ടി വരും. നിധി എവിടെ? അതിനെ കൂടി ഇങ്ങോട്ട് വിളിക്കേ. നിധി എവിടെ? ഇല്ല മാഡം, പുറത്തു പോയിരിക്കുക. അത് ഞങ്ങൾ നോക്കിക്കോളാം മാഡം. ബാക്കിയുള്ളവരുടെ കാര്യം എങ്ങനെയാ? കസ്റ്റഡി എടുക്കണോ? ഷുവർ, കസ്റ്റഡിയിൽ എടുത്തേ പറ്റൂ. നിങ്ങൾ 2 പേരും ഞങ്ങളുടെ കൂടെ വരണം. മാഡം, ഒരുപക്ഷെ മുറിവ് പറ്റിയിട്ടുണ്ടാവാം. എന്നാൽ ഇതൊന്നും ഇവിടെ വെച്ച് സംഭവിച്ചതല്ല. ഇത് മനഃപൂർവ്വം ഞങ്ങളെ കൊടുക്കാൻ വേണ്ടി ചെയ്തത് ഇതൊക്കെ. സത്യം പറഞ്ഞോണം, ഈ കെട്ടും കൂട്ടൊക്കെ നീ എങ്ങനെ ഒപ്പിച്ചെടുത്താ? അതെ, ചോദ്യം ചെയ്യലെന്ന് വേണ്ട, അങ്ങോട്ട് മാറിക്ക്. കണ്ടല്ലോ മാഡം, നിങ്ങളൊക്കെ കൂടെ നിൽക്കുമ്പോ പോലും ഇതാണ് ഇവരുടെയൊക്കെ സ്വഭാവം. ഒരു ചെറിയ പിണക്കത്തിന്റെ പേരിലാണ് ഞാൻ ഇവിടുന്ന് എന്റെ വീട്ടിലേക്ക് പോയത്. എന്നിട്ട് ഞാനായിട്ട് തന്നെ തിരിച്ചു വന്നത്. പക്ഷെ ഇവിടെ ഉള്ളവർ ഈ രീതിയിൽ എന്നെ തല്ലി ചതച്ചത്. അയ്യോ, തല്ലിയെന്നോ? ആരാ ശിവാനി നിന്നെ തല്ലിയത്? എന്തിനിങ്ങനെ നട്ടാക്കുരുക്കാത്ത നുണ പറയുന്നത്? നുണ പറയുന്നോ? ആശുപത്രിയിൽ വെച്ചും വനിതാ വേദിയിലെ ഓഫീസിൽ വെച്ചും കേസിനും വഴക്കിനും ഒന്നും പോകണ്ടെന്ന് പറഞ്ഞവളാ എന്റെ മോള്. അതറിയോ നിങ്ങക്ക്? അത് വേറൊന്നും കൊണ്ടല്ല, ദേ ഈ നിൽക്കുന്ന എന്റെ മരുമോനോടുള്ള ഇവളുടെ സ്നേഹം കൊണ്ട് മാത്രമാ.